ഹായ് വെൽക്കം ബാക്ക് ടു ഐബല്ല. ഇന്ന് ഞാൻ വീണ്ടും ഒരു സ്കിൻ കെയർ വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. നമ്മുടെ നഖം നമ്മൾ എങ്ങനെയൊക്കെ ക്ലീൻ ചെയ്താലും അതിന് നല്ലൊരു ഗ്ലോസി ഫിനിഷ് കിട്ടില്ലല്ലേ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് സാധാരണ എല്ലാവരും ചെയ്യാറുള്ളത് ട്രാൻസ്പെറൻറ്റ് നെയിൽ പോളിഷ് പോലുള്ള ഏതെങ്കിലും ഒരു ന്യൂഡ് നെയിൽ പോളിഷ് വെച്ചിട്ട് നഖത്തിൻ്റെ മുകളിലൊരു കോട്ടിങ് കൊടുക്കുകയാണ് ചെയ്യുക. സോ അതില്ലാതെ തന്നെ നമ്മുടെ നഖത്തിന് എങ്ങനെ ആ ഒരു ഗ്ലോ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുമെന്ന് നമുക്ക് നോക്കാം. അതിനുവേണ്ടി നമുക്ക് യൂസ് ചെയ്യാൻ പറ്റിയൊരു സൂപ്പർ പ്രൊഡക്റ്റാണിത്. ഇതുപോലൊരു പ്ലാസ്റ്റിക് പാക്കേജിലാണിത് വരുന്നത്. അപ്പോൾ നമുക്കിതിൻ്റെ അകത്ത് എന്താണെന്ന് നോക്കാം. കണ്ടില്ലേ, ഇതുപോലൊരു ഗ്ലാസ് പീസാണ് ഇതിനകത്തുള്ളത്. ഇത് മെയ്ഡ് ഇൻ കൊറിയ ആണ്. ഇതിൻ്റെ ഒരു കോർണറിൽ നിന്ന് കുറച്ച് ഭാഗം എൻ്റെ കയ്യിൽ നിന്ന് താഴെ വീണ് പൊട്ടിപ്പോയിട്ടുണ്ട്. വേറെ കുഴപ്പമൊന്നുമില്ല. ഇതിൻ്റെ ഒരു സൈഡ് നല്ല സ്മൂത്ത് ആൻഡ് സോഫ്റ്റ് ആയിരിക്കും, ശരിക്കും നല്ല ഗ്ലാസ് പോലെ തന്നെ ഇരിക്കും. പക്ഷെ മറ്റേ സൈഡ് കുറച്ച് റഫായിരിക്കും. എന്നാൽ കുഴപ്പമൊന്നുമില്ല, മൂർച്ചയില്ല, നല്ല സേഫാണ്. ഈ ഒരു സൈഡ് വെച്ചിട്ടാണ് നമ്മുടെ നഖം നമ്മൾ പോളിഷ് ചെയ്തെടുക്കുക. ഇത് വളരെ ചെറുതായതുകൊണ്ട് നല്ല ട്രാവൽ ഫ്രണ്ട്ലി ആണ്. ഇതുപോലെ ചെറിയൊരു പീസ് ഓഫ് ഗ്ലാസ് വെച്ചിട്ട് നമ്മുടെ നഖത്തിന് നല്ലൊരു ഗ്ലോസി ഫിനിഷ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. എനിക്ക് ചുമ വന്നിട്ട് എൻ്റെ സൗണ്ടൊക്കെ പോയി കിടക്കാണ് കേട്ടോ. ഒത്തിരി സ്ട്രെയിൻ ചെയ്തിട്ടാണ് ഞാനിപ്പോൾ സംസാരിക്കുന്നതൊക്കെ. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും എൻ്റെ ശബ്ദം ഇത്തിരി അരോചകമായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ ഐ എം റിയലി സോറി. അപ്പോൾ എൻ്റെ നഖം ഞാൻ ഈ ഗ്ലാസ് വെച്ചിട്ട് എങ്ങനെയാണ് പോളിഷ് ചെയ്യണമെന്ന് കാണിച്ചു തരാം. നമ്മുടെ നഖത്തിൻ്റെ എല്ലാ ഭാഗത്തും ഈ ഗ്ലാസ് വെച്ചിട്ട് നമ്മളിങ്ങനെ പോളിഷ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഒത്തിരി പ്രഷറൊന്നും കൊടുക്കരുത്. കാരണം എന്താ വെച്ചാൽ ഈ ഗ്ലാസ് പൊട്ടിപ്പോകാൻ ചാൻസ് ഉണ്ട്. ഇതൊരു ഗ്ലാസ് പീസ് അല്ലേ. അപ്പോൾ നന്നായിട്ട് ശ്രദ്ധിച്ചിട്ട് പതുക്കെ പ്രഷറൊന്നും കൊടുക്കാതെ തന്നെ നമ്മൾ നഖത്തിൻ്റെ എല്ലാ ഭാഗത്തും ഇങ്ങനെ പോളിഷ് ചെയ്ത് കൊടുക്കുക. നഖത്തിൻ്റെ അറ്റമൊക്കെ ഇതുകൊണ്ട് നല്ല സ്മൂത്താക്കി എടുക്കുക, ഷേപ്പ് ചെയ്തെടുക്കുക. ഞാനിപ്പോൾ എൻ്റെ ഈ ഒരു നഖം പോളിഷ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അതിൻ്റെ സൈഡിലൊക്കെ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു വൈറ്റ് പൗഡർ പോലെ കാണാൻ പറ്റും. ഈ ഗ്ലാസ്സിലും നിങ്ങൾക്ക് ആ വൈറ്റ് പൗഡർ കാണാൻ പറ്റും. ഇനി ഞാനൊരു ടവൽ എടുത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് വൈപ്പ് ചെയ്ത് ക്ലീൻ ചെയ്തെടുക്കുകയാണ്. ഇപ്പം നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ ആ ഒരു ഡിഫറൻസ്? ശരിക്കും നല്ലൊരു മിറർ ഫിനിഷാണ് കേട്ടോ കിട്ടുക. നല്ല ഭംഗിയാണ് കാണാൻ. ആ രണ്ട് നെയിൽസും തമ്മിലുള്ള ഒരു ഡിഫറൻസ് നോക്കിയേ. ആ ഒരു ഗ്ലോയും ഷൈനിങ്ങും, നല്ല ഒരു ഷൈനി ഗ്ലാസ് പോലെ തന്നെ ഇരിക്കും. ശരിക്കും നമ്മൾ നെയിൽ പോളിഷ് വെച്ചിട്ട് ആ ഒരു കോട്ടിങ് കൊടുക്കുമ്പോൾ കിട്ടുന്ന ആ ഒരു ഗ്ലോ ഉണ്ടല്ലോ, അത് ശരിക്കും ഇത് വെച്ചിട്ട് ചെയ്യുമ്പോൾ കിട്ടും. ഈ രണ്ട് നഖം കൂടി നിങ്ങൾ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ നിങ്ങൾക്ക് തന്നെ ആ ഒരു ഡിഫറൻസ് കാണാൻ പറ്റുന്നുണ്ടല്ലോ. കണ്ടോ, ഈ കയ്യിൽ തന്നെ ബാക്കി വിരലിലെ നഖം പോലെ അല്ലല്ലോ ഈ നഖം ഇരിക്കുന്നത്. ശരിക്കും നമ്മൾ നെയിൽ പോളിഷ് ഇട്ടിട്ടുണ്ടോയെന്ന് വരെ കാണുന്നവർ സംശയിച്ചു പോകും. അത്രയ്ക്ക് നല്ല ഫിനിഷിംഗ് ആണ് ഇതിന്. ഇനി ഇത് വെച്ചിട്ട് ഞാൻ എൻ്റെ ബാക്കി നെയിൽസും കൂടെ ഒന്ന് പോളിഷ് ചെയ്തെടുക്കാൻ പോവാണ്. എൻ്റെ നെയിൽ ഗ്രോത്ത് ആൻഡ് നെയിൽ കെയർ റൂട്ടീൻ ഞാൻ ഓൾറെഡി ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. കാണണമെന്നുള്ളവർക്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഒരു ലിങ്ക് കൊടുക്കാം. ഇതാ ഇപ്പോൾ ബാക്കി എല്ലാ നെയിൽസും ഞാനിത് വെച്ച് പോളിഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഞാനൊരു ടവൽ വെച്ച് ഇതെല്ലാം ഒന്ന് വൈപ്പ് ചെയ്തിട്ട് എങ്ങനെയുണ്ട് നമുക്ക് ആ ഒരു ഡിഫറൻസ് എന്ന് കണ്ടു നോക്കാം. ഇതാ നിങ്ങൾ തന്നെ ഒന്ന് കമ്പയർ ചെയ്ത് നോക്കട്ടോ. ശരിക്കും നെയിൽ പോളിഷ് ഇട്ട പോലെ തന്നെ ഇല്ലേ? നല്ല ക്ലീൻ ആൻഡ് ഗ്ലോസി ലുക്ക് കിട്ടും. ഇതാ ഈ രണ്ട് കയ്യിലെ നഖങ്ങൾ തമ്മിൽ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ നിങ്ങൾക്ക് തന്നെ ആ ഒരു ഡിഫറൻസ് മനസ്സിലാക്കാൻ പറ്റും. ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇത് ശരിക്കും ലോങ് ലാസ്റ്റിംഗ് ആണ്. ഈവൻ ഒരു മാസമൊക്കെ എൻ്റെ കയ്യിൽ ഇതിൻ്റെ ഈ ഒരു ഗ്ലോ ഒട്ടും നഷ്ടപ്പെടാതെ തന്നെ അതുപോലെ നിൽക്കാറുണ്ട്. അത് കഴിഞ്ഞ് ഞാൻ ചിലപ്പോൾ വീണ്ടും ഒന്ന് ചെയ്തു കൊടുക്കും. കാരണം പുതിയ നഖം വളരുന്നതിനനുസരിച്ച് ഞാനിങ്ങനെ ചെറുതായിട്ട് ഇത് വെച്ചിട്ട് പോളിഷ് ചെയ്ത് കൊടുക്കും. രണ്ടാമത്തെ പ്രത്യേകത, ഇത് ശരിക്കും ലൈറ്റ് വെയ്റ്റ് ആണ്. നമുക്ക് എവിടെ ട്രാവൽ ചെയ്യുമ്പോഴും കൂടെ കൊണ്ടുപോവാം. ഞാനിപ്പോൾ എൻ്റെ രണ്ട് കയ്യിലെ നഖങ്ങളും ഇതുപോലെ പോളിഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇപ്പോൾ കണ്ടല്ലോ, ആ രണ്ട് നഖത്തിനും ആ ഒരു ഗ്ലോയും ആ ഒരു ഗ്ലാസ് ഫിനിഷ് ലുക്കും കിട്ടിയിട്ടുണ്ട്.
നെയിൽ പോളിഷ് ഉപയോഗിക്കാതെ തന്നെയാണ് നമുക്കിപ്പോൾ ഈ ഒരു ലുക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഏറ്റവും നല്ലൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ നെയിൽ പോളിഷ് ഇട്ടിട്ട് എങ്ങനെ നിസ്കരിക്കും എന്നുള്ളൊരു ടെൻഷനേ ഇവിടെ വേണ്ട. കാരണം നമ്മുടെ നഖത്തിൻ്റെ മുകളിൽ വേറൊരു കോട്ടിങ്ങും വരുന്നില്ല. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതുപോലെ ഒരെണ്ണം വാങ്ങിച്ചിട്ട് ട്രൈ ചെയ്ത് നോക്കുക. ആമസോൺ, സ്നാപ്ഡീൽ, ഫ്ലിപ്കാർട്ട് പോലുള്ള എല്ലാ ഓൺലൈൻ സ്റ്റോഴ്സിലും ഇത് അവൈലബിൾ ആണ്. ഡോണ്ട് ഫോർഗെറ്റ് ടു സബ്സ്ക്രൈബ് മൈ ചാനൽ ടു കീപ്പ് ഇൻ ടച്ച്. താങ്ക് യു.